मेहता का उल्टा चश्मा। എടാ ടപ്പു, മിടുക്കനാണല്ലോ, പിടിച്ചു കളഞ്ഞല്ലോ. എന്താടാ ഇത്? അടപ്രഥമന് പകരം പന്ത് പ്രഥമൻ കഴിക്കണോടാ ഞാൻ. ദേഷ്യപ്പെടല്ലേ മുത്തശ്ശ, കൊച്ചു പയ്യനല്ലേ, അറിയാതെ ചെയ്തു പോയതാ. അത് പിന്നെ അച്ഛാ, ഇതാ വായിച്ചോളൂ. ഇന്നത്തെ പത്രം കണ്ടില്ലല്ലോ. പറയുന്നത് കേട്ടാ നീ മേടിച്ചേതാണ്ട് ഡോക്ടറേറ്റ് സർട്ടിഫിക്കറ്റ് ആണെന്ന് തോന്നുവല്ലോടാ. പഠിക്കാൻ വിട്ടപ്പോ പുളിമരത്തെ കയറി ഇരുന്നവനാ. ആദ്യം ഇങ്ങോട്ട് താഴാ. എന്റെ കാല് പൊട്ടി. ദയ കാണിക്കുന്നേ, എന്നോട് ദയ കാണിക്കേ. നിന്റെ അനുജ സുന്ദരനോട് മോഡലിംഗ് ചെയ്യാൻ പറ. ഇങ്ങോട്ട് വരണ്ട. കാര്യം പറഞ്ഞേക്കാട്ടോ, ടപ്പുന്റെ അച്ഛാ, എന്റെ അനിയൻ വരുന്നത് ട്രെയിനിലാണ് കേട്ടോ. ട്രെയിനില് നിങ്ങൾ എയർപോർട്ടിൽ ചെന്നിട്ട് അവനെ വിളിച്ചോണ്ട് വരണട്ടോ. ട്രെയിനിൽ വരുന്നവൻ എയർപോർട്ടിൽ എന്ത് കാര്യം? ഓട്ടോ പിടിക്കണമെങ്കിൽ എയർപോർട്ടിൽ പോണം. കാരണം നമ്മുടെ ഏരിയയിൽ ഇപ്പൊ സ്ട്രൈക്ക്. നമുക്ക് അമ്മാവനെ വിളിക്കാൻ സ്റ്റേഷനിലേക്ക് പോവാം. സ്റ്റേഷനിലെത്തി നിന്റെ അമ്മാവൻ എന്താടാ കല്ല് പോലെ അവിടെ തന്നെ നിക്കുക? അവിടുന്ന് അവനെന്താ ഇങ്ങോട്ട് അനങ്ങാൻ പറ്റില്ലേ? ഇവനെയൊക്കെ റെയിൽവേ സ്റ്റേഷനിലല്ലോ, വേറെ വല്ല സ്റ്റേഷനിലും കയറ്റണം. അടുപ്പിക്കാൻ കൊള്ളൂലടാ. അച്ഛനത് കേട്ടില്ലേ ഇങ്ങനെ പറയണത്? ഇവിടെ വായിലിരിക്കുന്നത് കേൾക്കുന്നതിലും ഭേദം കടയിൽ പോയിരിക്കും. എന്താടാ ഈ കാണിക്കുന്നത്? അച്ഛൻ വന്നില്ലെങ്കിൽ എന്താ, ഈ ടപ്പു പോയി അമ്മാവനെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചോണ്ട് വരും. എന്റെ ചക്കരക്കുട്ടാ, നിനക്ക് എന്തൊരു തരം ബുദ്ധിയാണ്ട്. അമ്മ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു വിചാരിക്കണ്ട. അമ്മ ഉള്ളപ്പോ ഞാൻ എന്തിനാ? എന്താ അമ്മ ഇത്? ഞാൻ വരുന്നില്ല. ഡോക്ടർ ഗുലാട്ടി കണ്ടുപിടിച്ച ഈ യന്ത്രം ലോകത്തിന്റെ സന്തോഷം ഇരട്ടിപ്പിക്കുന്നു. ആദ്യം ഞാൻ ഈ പറക്കുന്ന ഓട്ടോ പരീക്ഷണാർത്ഥം ഒന്ന് ഓടിച്ചു നോക്കട്ടെ. എന്നിട്ട് വേണം അഭിമാന പുരസ്സരം ഇത് ലോകത്തിന് സമർപ്പിക്കുവാൻ. കിഴക്കോട്ട് നോക്കിയാൽ 40 കിലോമീറ്റർ, വടക്കോട്ട് നോക്കിയാൽ 80 കിലോമീറ്റർ. അബ്ദുള്ളയുടെ കടയാണ് എന്റെ ലക്ഷ്യം. എന്റെ ഓട്ടോ ഇവിടെ ചെയ്യാൻ പോകുന്നു പാർ. ഇതെന്തൊരു കഷ്ടാണ് നോക്കണേ. നമ്മുടെ ഏരിയയിൽ മാത്രമല്ല, ഇവിടെയും സ്ട്രൈക്ക് ആണല്ലോ. ഓട്ടോ ഇന്ന് കിട്ടൂലെന്നാ തോന്നുന്നു. വിളിച്ച് കാര്യം പറഞ്ഞേക്കാം. അവൻ പോയിട്ട് നാളെ വരട്ടെ. അമ്മേ, അങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഓപ്പൺ ആയ ഓട്ടോ. ഉപേന്ദ്രന്റെ ഓട്ടോയോ? ഓപ്പൺ എയർ ഓട്ടോ അമ്മേ. ഓട്ടോ ഓടുന്ന ചേട്ടനെ ഇവിടെ കാണുന്നില്ലല്ലോ. എന്തായാലും ഓട്ടോ ഞാൻ തന്നെ ഓടിച്ചേക്കാം. എന്റെ അനിയനെ വിളിച്ചോണ്ട് വരണ്ടേ അമ്മേ? ശബ്ദം വരണ്ടേ? ഇതെന്താ കാക്ക കരയുന്ന പോലെ?
അവിടെ നിക്കേ. ഇതെന്താണ് ഈ ഓട്ടോ ചാടി ചാടി പോണേ? എന്റെ കുടച്ചേട്ടാ ഒന്ന് മാറി നിൽക്ക്. അയ്യോ മാറി നിൽക്ക്. ആദ്യം ബ്രേക്ക് പിടിക്കണ്ട അമ്മച്ചി. എന്നെ വിട്ടേക്ക് അമ്മച്ചി, ഞാനൊരു പാവാണ്. അമ്മേ പതുക്കെ. പിടിച്ചോ സാറേ, നല്ല ഒന്നാം തരം നാരങ്ങ സോഡ. എന്റെ പൊന്നു സാറേ, നാരങ്ങ സോഡയുടെ പൈസ തന്നില്ല. ഓസിന് നാരങ്ങ സോഡ കുടിച്ചതും പോലെ ഗ്ലാസും പൊട്ടിച്ചിട്ട് പോയി പരനാറി. മോനെ, ഒരു സംശയം ചോദിച്ചോട്ടെ. ഇവിടെ 60 ഡിഗ്രി റൈറ്റില് 90 ഡിഗ്രി ലെഫ്റ്റില് പൈതഗോറസ് തിയറി പ്രകാരം A² + B² + 2AB എന്ന കണക്കിൽ മെറ്റലോപ്പതിയിൽ ഞാൻ നിർമ്മിച്ച യന്ത്രം എവിടെ പോയി? അല്ല സാർ എന്താ ചോദിച്ചത്? ഇവിടെ നിർത്തിയിരുന്ന എന്റെ ഓട്ടോ എവിടെ പോയടാ? നമ്മുടെ ദേശീയല്ലേ അവര് പാർട്ട് ടൈമായി ഓട്ടോയും ഓടിക്കാൻ തുടങ്ങിയോ? ഇപ്പൊ സുഖമായല്ലോ. ദേശീയ ഉണ്ടെങ്കിൽ പൈസ കൊടുക്കാതെ ഓട്ടോ കയറി യാത്ര ചെയ്യാലോ. അത് ശരി, പേടിക്കണ്ട ചേച്ചി, ഓട്ടോ ഇപ്പൊ ഞാൻ നിർത്തി തരാം. എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? അല്ലമ്മേ, ആരാ ഓട്ടോ ഓടിക്കുക? അത് ശരിയാണല്ലോ. അയ്യോ തൽക്കാലം അപകടമൊന്നും മണക്കുന്നില്ല. മണക്കുന്നുണ്ടോ? ഈ ഓട്ടോ ഞാൻ എങ്ങനെ പിടിച്ചു നിർത്തും? തലക്കകത്താണെങ്കിൽ ഒന്നും വരുന്നില്ല. ആ കിട്ടിപ്പോയി. എന്റെ പൊന്നമ്മച്ചി, എന്നെ വിട്ടാക്കി. എനിക്ക് ഇനി ഒരുപാട് ജീവിക്കാറുണ്ട്. ഭഗവാനെ. അല്ലെങ്കിൽ മുട്ടും. അമ്മച്ചി, അമ്മച്ചി, ഓട്ടോ നിർത്തമ്മച്ചി, അല്ലെങ്കിൽ ഞാൻ ഉരുണ്ട് ഉരുളയാവേ. ഗോഗി, ഗോൾഡി, സോനു എല്ലാവരും ഓട്ടോയിൽ വന്ന് കയറി. ഇവിടെ നല്ല രസമുണ്ട്. എന്തു പറ്റി അമ്മാവാ? തല കറങ്ങാൻ തുടങ്ങിയോ? എല്ലാം കറങ്ങുന്നേ. അമ്മായി എന്ത് ഭംഗിയായിട്ട് ഓട്ടോ ഓടിക്കുന്നേ. എന്ത് ചെയ്യാനാ മോനെ, വീട്ടിൽ ചപ്പാത്തി കട്ട ഉരുട്ടി ഉരുട്ടി ദേ ഇപ്പൊ ഈ കട്ട ഉരുട്ടാൻ എളുപ്പമായിരിക്കും. ഹായ് ചങ്കേ. സോനു, come on. മാറി നിക്ക്, ഞാൻ ദേ വരുവാ. വണ്ടി നിർത്തു. അയ്യോ സോനു, നീ ധൈര്യമായിട്ട് വാ. once more. ഇപ്പൊ ശരിയാക്കി തരാം. നീ വന്നേ. റെഡി, സ്റ്റഡി, ഗോ. എന്റെ മോൻ പോകി ഒരു കിടില സ്റ്റാർ ആയല്ലോ.
ഈ കൊച്ചു പ്രായത്തിൽ അവൻ എന്ത് സാമർത്ഥ്യം നോക്കിയേ. ഹോയ്, 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 ഹോയ്. അവിടുന്ന് മാറി നിൽക്കണല്ലോ. അയ്യോ. ദേ മോനെ. അയ്യോ മോനെ പോകി, എന്റെ മോനൊന്നും പറ്റില്ലേ. അയ്യോ. ഇതെന്തിട്ടാണ് തറയില് തൊടാത്തെ? അയ്യോ. വാ, വാ, വേഗം താഴേക്ക് വാ. ഇത് കൊള്ളാമല്ലോ. ഇത് അടിപൊളിയാണല്ലോ ഈ ഫ്ലൈയിങ് ഓട്ടോ. ഐഡിയ. ഇതാര് ദയെടുത്തിയല്ലേ? ചോദയോ എന്റെ പപ്പടം പോയി. ദയെടുത്തി എന്റെ പപ്പടം. പപ്പടം പിടിച്ചോ. പപ്പടം പറക്കുന്നോ? ഇത് കലക്കില്ല. കിട്ടിയ സമയം കൊണ്ട് അലക്കിയ തുണിയെല്ലാം ഒന്ന് മടക്കി വെച്ചേക്കാം. അങ്ങനെ. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 2 വഴി മുന്നില് 2 വഴി പുറകിൽ. എന്താ സോനു, സോനു എന്താ പറയുന്നേ? വിമാനത്തിലൊക്കെ എങ്ങനെയാ പറയാ? ഞാൻ ടിവിയിൽ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടോ? പറക്കുന്ന കണ്ടോ? പറക്കുന്ന പൂമനാണ് കേട്ടോ ഞാൻ. പൂമന. നമുക്ക് പറക്കാം. ദേ ഇങ്ങോട്ട് നോക്കിയേ. എടാ ബലൂണെല്ലാം പിടിച്ചോ. മോനെ 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 നിക്ക് നിക്ക് നിക്ക്. ഇങ്ങോട്ട് വാ. അങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഓട്ടോ പറക്കുന്നത് കണ്ടോ? രക്ഷയില്ല. രക്ഷപ്പെട്ടു. അമ്മേ അമ്മ പേടിക്കണ്ട, ഞാനമ്മേനെ ക്യാച്ച് ചെയ്തോളാം. എന്തൊരു ലാൻഡിങ് ആയിരുന്നല്ലേ. അഞ്ജലി ചേച്ചി, ബബിതി ചേച്ചി, ഇത് നിങ്ങളുടെ സ്വന്തം കടയാണ്. എന്നാ ശരി, ഇത് രണ്ടും പാക്ക് ചെയ്തോ. അയ്യോ, ഇത് വിൽക്കാനുള്ളതല്ലല്ലോ. അമ്മേ സൂക്ഷിച്ച്. വില പേശി മേടിച്ചാണ് കേട്ടോ. അവൻ മഹാകള്ളനാ, കൂട്ടി പറയും. ഇപ്പൊ ദേച്ചേച്ചിയുടെ ശബ്ദമല്ലേ നമ്മൾ കേട്ടത്? ജീവനുള്ളവരുടെ ആത്മാവ് ഇങ്ങനെ പറന്നു നടക്കാറുണ്ടോ? റീറ്റ റിപ്പോർട്ടർ ഒരിക്കലും ഫേക്ക് ന്യൂസ് കാണിക്കാറില്ല. ഓട്ടോ അന്തരീക്ഷത്തിൽ പറക്കുന്നത്ര, പുറകിൽ ഒരാൾ തൂങ്ങിക്കിടക്കുന്നത്രേ. ഇതാരെങ്കിലും വിശ്വസിക്കോ?
നിക്ക് നിക്ക് നിക്ക്, ഇതൊക്കെ സത്യമാണ്. ദേ ഓട്ടോ പറക്കുന്നു. ചാനലിനോട് പറയൂ, ഇത് സത്യമാണെന്ന് പറയൂ. എന്തൊക്കെ തരത്തിലുള്ള വാർത്തകളാണോ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്? എടാ ഭാഗ, അത് കണ്ടോ? അത് കാണാൻ നമ്മുടെ മാർക്കറ്റ് പോലെ ഇല്ലേ? മാർക്കറ്റൊക്കെ അവിടെ നിക്കട്ടെ ചേട്ടാ. ആ പറക്കുന്ന ഓട്ടോ കണ്ടില്ലേ? അതിനകത്തിരിക്കുന്നത് നമ്മുടെ മുതലാളി ചേച്ചിയും കുട്ടികളും അല്ലേ? നോക്കിക്കേ. എന്താ പറഞ്ഞു? നീ എവിടെ മോളിലെ ഓട്ടോയിൽ എന്തെടുക്കോടാ ടപ്പു? അച്ഛാ, ഞങ്ങള് സുന്ദരനമ്മാവനെ വിളിക്കാൻ സ്റ്റേഷനിലേക്ക് പോവാ. എടാ മോനെ, നീ ആദ്യം ലാൻഡ് ആവാൻ നോക്ക്. പ്ലെയിനിൽ പോയാണോ ട്രെയിനിൽ നാളെ വിളിക്കുന്നേ? ഓട്ടോലാൽ, ഞാൻ ഇവിടുന്ന് താഴെ ഇറങ്ങി വരട്ടാ നിനക്ക് വെച്ചിട്ടുണ്ട്. നിന്റെ കെട്ടിയോള് കാക്കയെ പോലെ അവളുടെ ഓട്ടോടെ മുട്ടിൽ എന്നെ കെട്ടി തൂക്കിയില്ലേക്കാ. എടാ തടിയാ, ഇതിനെയാടാ കാക്കൻ ജീവിതം എന്ന് പറയുന്നേക്കാ. എന്ത് പറ്റിക്കോടെ ഞങ്ങളെ? തല കറങ്ങാൻ തുടങ്ങിയല്ലേ? എടാ ടപ്പു, നിങ്ങളെല്ലാവരും അവിടെ മുകളിൽ എന്തെടുക്കോടാ? അമ്മേ, ദേ സുന്ദരനമ്മാവൻ താഴെയുണ്ട്. ഹലോ, ദേ ചേച്ചി. അമ്മേ, ഓട്ടോ തിരിക്കേ. അത് കൊള്ളാം. ചിങ്കച്ചക്ക, ചിങ്കച്ച, ചിങ്കച്ചക്ക, ചിങ്കച്ച, ചിങ്കച്ചക്ക, ചിങ്കച്ച. ചിങ്കച്ചക്ക, ചിങ്കച്ച, ചിങ്കച്ചക്ക, ചിങ്കച്ച, ചിങ്കച്ചക്ക, ചിങ്കച്ച, ചിങ്കച്ചക്ക, ചിങ്കച്ച. അമ്മേ, കാലേ ഇങ്ങോട്ട് കേറി വാ, അല്ലെങ്കിൽ താഴെ വീഴും. ഏയ്, ചിങ്കച്ചക്ക, ചിങ്കച്ച, ചിങ്കച്ചക്ക, ചിങ്കച്ച. ഇപ്പൊ ഞാൻ ലാൻഡിങ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഞാനിപ്പോ പകഞ്ഞ തീരും. ദയേ, നീ എന്തായി കാണിക്കുന്നേ? മോനെ ടപ്പു, ജീയെന്നോ എന്ന് എഴുതിയ ബട്ടണില്ലേ, അത് അമർത്തട്ടെ. ഈ പറയുന്നത് ഏതാ? MISSIL എഴുതിയിരിക്കുന്നതാണോ? എന്നാ പിന്നെ എനിക്ക് തോന്നണ ബട്ടണിങ് അമർത്തിയേക്കാം. അതിലെന്താ എഴുതിയിരിക്കുന്നേ? ദയേ, ബോഡി ബജിയുണ്ടല്ലോ. രക്ഷപ്പെട്ടു. എല്ലാരും പോയി, ഞാൻ ഒറ്റയ്ക്കായി. എന്തുകൊണ്ടല്ലോ? വീണ്ടും നീ പണി തന്നല്ലേ? ഞാൻ പാവാടെ വിട്ടേക്കോ.
എനിക്കുള്ള ഉത്തരം നിങ്ങൾ തന്നേ പറ്റൂ. ഫോർമുല 551-ൽ ഫോറൻ നമ്പർ 3 പ്രകാരം S2O-യിൽ S2S ചേർത്ത് നിർമ്മിച്ചത് ആരാണ് തകർത്ത് തച്ചുടച്ചത്? അല്ല, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്റെ ഓട്ടോ തകർത്തത് ആരാണെന്നാണ് ചോദിച്ചത്. നീയല്ലേടത് തകർത്തത്? നിങ്ങളാണോ? നിങ്ങളാണോ തകർത്തത്? അളിയാ, നിങ്ങൾക്ക് ശേഷം അവിടെ ആരുമില്ല. അപ്പൊ നിങ്ങൾ തന്നെ ആള്. ഇനി നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. സുന്ദരൻകുട്ടൻ പറയുന്ന പോലെ കേക്ക്. നഷ്ടപരിഹാരം എന്താന്ന് വെച്ചാ കൊടുത്തിട്ട് വേഗം വീട്ടിലേക്ക് പോന്നേക്കേട്ടാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദേ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. അതെന്താ? അത് തന്നെ ഇങ്ങനെ ഉരുണ്ടിട്ട് ഒരുമാതിരി കല്ല് പോലെ ഇരിക്കണല്ലേ. കല്ലാണോടി എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചത്? അതല്ല, കാന്താരി മുളക് ഞെരടിയതും കൂട്ടി നമ്മള് പുഴുങ്ങി തിന്നാറില്ലേ? പുഴുങ്ങി തിന്ന്. എന്റെ ദയ എന്നോട് ഇച്ചിരി ദയ കാണിക്ക്. നിനക്ക് ഇച്ചിരി കൂടുന്നുണ്ട്. വീട്ടിൽ ചെന്നിട്ട് കാച്ചിലോ മറ്റോ പുഴുങ്ങി തിന്നാൻ വിശന്നിട്ട് വയ്യ. അത് തന്നെ, കാച്ചില് പുഴുങ്ങിയതും കാന്താരി മുളകും കട്ടൻ കാപ്പിയും എന്തൊരു കൂട്ടാ.